ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്, അതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ അവിടെയൊക്കെ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, ഇതുപോലെയൊക്കെ ആയിരുന്നു. എന്നാലും മോശമില്ലാണ്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂരാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഇതുപോലെ ഒഴിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കൊടുക്കുന്ന ഒരു കോഫിയാണ്. എല്ലാവർക്കും നല്ലതാണത് ആരോഗ്യത്തിന്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ഞാനത് ഫസ്റ്റ് കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അവിടെ കൊടുത്തിരുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ആരോഗ്യ കാപ്പി അല്ലെങ്കിൽ മരുന്ന് കാപ്പിയിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇതിലേക്ക് വേണമെങ്കിൽ പനിക്കൂർക്ക ചേർക്കാം, തുളസി പൊടിച്ച് ചേർക്കാം, അതുപോലെ കറിവേപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏലക്കായ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനത് അധികമൊന്നും ചേർക്കണില്ല. ഇവിടെ കൊടുക്കുന്ന പോലത്തെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ കുറച്ചാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇവിടെ ഇൻഗ്രീഡിയൻസ് വന്നിട്ടുണ്ട്. എല്ലാവരും നോട്ട് ചെയ്തോളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉഷാറാൻ പറ്റുന്ന ഒരു കോഫിയാണ്. നല്ല ഹെൽത്തി കോഫി തന്നെയാണ്. കോഫിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം, ചെറുജീരകം, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ചുക്കിന് പകരം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കോഫി പൗഡർ, ഞാൻ ബ്രൂ ആണ്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഈ വക ഐറ്റംസ് എല്ലാം ഒരുമിച്ച് പൊടിച്ച് വെച്ചാൽ നല്ലത് തന്നെയാണ്. പിന്നെ ഇഞ്ചിക്ക് പകരം ചുക്ക് എടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായി ചൂടായി തുടങ്ങി. ഇതിലേക്ക് ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുക. 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ജീരകം ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ആയതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. പൊടിയല്ല, മുഴുവൻ മുളകാണെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോഴായിരിക്കണം. കാരണം എല്ലാ ഫ്ലേവറും അതിലേക്ക് ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പൊടി ആയതുകൊണ്ട് ഈ പരുവം ഇങ്ങനെ വെട്ടി തിളക്കില്ലേ, ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികൾ എന്തൊക്കെയാണ്? കുരുമുളക് പൊടി, അതുപോലെ തന്നെ കാപ്പിപ്പൊടി, മല്ലിപ്പൊടി. മുഴുവൻ മല്ലി എല്ലാം ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കാറുണ്ട്. അതല്ല നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ സിമ്പിൾ മെത്തേഡാണ്, എന്നാലും നല്ലത് തന്നെയാണ്. ഈ സമയത്താണ് തുളസി ഇലയും പനിക്കൂർക്ക ഇലയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ചേർത്തിട്ടില്ല. ആരോഗ്യ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കളറും. അതുപോലെ തന്നെ ഇങ്ങനെ വെള്ളം പോലെ തന്നെ ഇരിക്കണം. നല്ല കാപ്പി കുടിക്കണ പോലെ നിങ്ങൾ കരുതരുത്. കാരണം കാപ്പിക്കുള്ള ടേസ്റ്റ് ആവില്ല ഇതിൻ്റെ. ഇതൊരു മരുന്നോ കഷായം അങ്ങനെ കരുതിയാൽ മതി. പിന്നെ നല്ല എരിവുണ്ടാവും. നല്ല ചൂടോട് കൂടി തന്നെ കുടിക്കുകയും വേണം. അത് കഴിഞ്ഞിട്ടൊരു വിയർക്കലുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ അസുഖം പകുതി പോവും. ഇത് വയറിലേക്ക് ചെന്നാൽ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിൽ ശർക്കരയോ പനങ്കൽക്കണ്ടോ അതുപോലെ തന്നെ തെങ്ങിൻ ചക്കര അതൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയത്ത് കുടിക്കാൻ പറ്റുന്നൊരു കോഫിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റ, താങ്ക് യു.